ഒരു നല്ല സൺഡേയുടെ കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. We praise God for He has given us another blessed Sunday. ഓരോ ദിവസവും ആമേൻ കർത്താവ് നമുക്ക് ഗ്രേസ് പീരീഡായി ഭൂമിയിൽ തന്നിരിക്കുകയാണ്. Each day that God has given us on this earth is a grace period. ഈ തന്നിരിക്കുന്ന സമയം ഉള്ള ആരോഗ്യത്തിൽ കർത്താവിനെ പാടി ആരാധിക്കണം. With the health that He has given us in this time, let us praise God and sing to Him. എന്നും ഈ ബലം കിട്ടണമെന്നില്ല. It's not necessary that every day we'll have the same strength. എന്നും ഈ ശക്തി നമുക്ക് ലഭിക്കണമെന്നില്ല. Every day we may not have the same strength. നമുക്കുള്ള സമയങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. However, we must use this time that we have to the best of our abilities. Hallelujah. Hallelujah. ആമേൻ. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന ദൈവദാസൻ, A man of God named Charles Spurgeon, ഒരിക്കൽ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. he once wrote in a book like this and I read that. ഒരു വ്യക്തി മരിക്കാൻ വേണ്ടി കിടക്കുന്നു. A man was about to die and he was on his deathbed. ആ സമയത്ത് തൻ്റെ ഒരു സ്നേഹിതൻ തന്നെ കാണാൻ വേണ്ടി വന്നു. At the time a friend of his came to meet him. ആ സമയത്ത് ഈ മരിക്കാൻ കിടക്കുന്നയാള് തൻ്റെ കൂട്ടു സ്നേഹിതനോട് പറഞ്ഞു, ഇനി നീ വരുമ്പോൾ ഞാൻ നിനക്ക് എന്നെയും കാണാൻ പറ്റുകയില്ല, എനിക്ക് നിന്നെയും കാണാൻ പറ്റുകയില്ല. That time he told his friend, next time when you come, you will not be able to see me and I will not be able to see you as well. എന്നാൽ ഈ കാണാൻ വന്ന ആ സഹോദരൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലായിരുന്നു. However, this man who came to see him, that friend was a Christian, a child of God who was saved. ആ സ്നേഹിതൻ തൻ്റെ കൂട്ടു സ്നേഹിതൻ ആ രോഗിയായ മനുഷ്യനോട് പറഞ്ഞു, ഈ ലോകം മരണത്തിലൂടെ പോകും, മരണമില്ലാത്ത ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. So that time the friend told the man who was about to die, this world will end with death, but there is a world after this where there is no death, there we will see again. ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് യേശുവിൽ വിശ്വാസമില്ലായിരുന്നു. ആ മനുഷ്യൻ കൂട്ടുസ്നേഹിതനോട് ചോദിച്ചു, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എനിക്കും വരണം, എന്താ അതിന്റെ വഴി എന്ന് ചോദിച്ചു. So the man who was about to die was not born again, so he asked this friend, if there is a place like that, I also want to come there, what is that? ഉടനെ ആ കൂട്ടുസ്നേഹിതൻ പറഞ്ഞു കൊടുത്തു, നിത്യതയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയും താൻ രക്ഷിക്കപ്പെടുകയും അന്ന് വൈകിട്ട് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. So at that time that friend explained to the man about eternal life and about salvation and he accepted it, and then that day evening he passed away. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നിരിക്കുന്ന സമയം നാം എല്ലാവരും തക്കത്തിൽ ഉപയോഗിക്കുക. In the place and the time that God has kept us, the time He has given us and the health He has given us, we must use it well. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's read Nehemiah chapter 13 verse 14. അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ ഇത് എനിക്കായി ഓർക്കണമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത സൽപ്രവർത്തികളെ ഓർക്കണമേ എന്നവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ ആമേൻ നെഹമ്യാവിൻ്റെ ഒരു പ്രയറാണ്, പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. So here we see a prayer of Nehemiah. ഒരു നല്ല ഹംബിളായിട്ടുള്ള ഒരു പ്രയർ. That is a very humble prayer of Nehemiah. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, ലവ് ഉണ്ട്, കമ്പാഷൻ ഉണ്ട്, ഫോർഗീവ്നെസ് ഉണ്ട്, ഫോർഗെറ്റ് ഉണ്ട്, എല്ലാം ആ കൊച്ചു പ്രാർത്ഥനയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. So the verse Nehemiah 13:14 says, remember me for this my God, and do not blot out what I have so faithfully done for the house of my God and its services. ഞാൻ ആ ചാപ്റ്റർ വായിച്ചപ്പോൾ അതിന് ഒരു ഹെഡിങ് കൊടുക്കുവാനിടയായി ആ പ്രാർത്ഥന വായിച്ചപ്പോൾ. So in that prayer there is humility, there is forgiveness, there is love, and all these qualities are there in that prayer. A worthy role model എന്നൊരു പേര് കൊടുത്തിയാൻ. So when I read that chapter, I gave a title for that chapter. That title is a worthy role model. നെഹമ്യാവ് ഒരു നല്ല റോൾ മോഡലായിരുന്നു. Nehemiah was a good and worthy role model. ആമേൻ. ഇതുപോലെ ദൈവം നമ്മെ വ്യത്യസ്തരാക്കി മാറ്റാൻ പോകുകയാണ്.
Similarly, God is going to make us unique people like Nehemiah. ഹല്ലേലൂയ. Hallelujah. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം The meaning of the word Nehemiah, ദൈവത്തിന്റെ ആശ്വാസം അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. the meaning of that word Nehemiah is God comforts or the comfort of God. നമ്മൾ എല്ലാവരും ഓരോ സഹോദരിമാരും ഓരോ സഹോദരന്മാരും ഒരു നെഹമ്യാവിന്റെ റോൾ മോഡൽ ആയാൽ വളരെ നല്ലതാണ്. So it is very good if each one of us, brothers and sisters, accept Nehemiah as our role model and become like him. തന്റെ പൊസിഷൻ വലുതാണ്. His position was great. ഒരു രാജാവിന്റെ അടുത്ത് താൻ ശുശ്രൂഷ ചെയ്യുന്നു. He was serving under a king. എന്നാൽ തനിക്ക് മറ്റുള്ളവരെയോ വീട്ടുകാരെയോ തന്റെ രാജ്യത്തെ കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. താൻ സേഫ് ആയതുകൊണ്ട് തന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി. എന്നാൽ നെഹമ്യാവ് അങ്ങനെ ചെയ്തില്ല. തന്റെ സകല കാര്യവും മറന്ന് ജനത്തെ കുറിച്ചും ദേശത്തെ കുറിച്ചും ഉള്ള ചിന്ത തന്നിലേക്ക് വരുവാനിടയായി. Nehemiah didn't have to worry about the people and their problems because he was happy and he was safe. His family was fine. If he wanted, he could have ignored people's problems and been comfortable in his own life. ഞാൻ അവിടെ രാവിലെ വായിച്ചപ്പോൾ But when I read it over there in the morning, അദ്ദേഹം ഒരു പ്രീസ്റ്റ് അല്ല, ഒരു പുരോഹിതനല്ല. he was not a priest. അദ്ദേഹം ഒരു പ്രവാചകനല്ല. He was not a prophet. ഒരു സാധാരണ മനുഷ്യനായിരുന്നു. He was a normal man. അവന്റെ ഹൃദയത്തിൽ In his heart, യെരുശലേമിനെ കുറിച്ചുള്ള ഭാരം ഭയങ്കരമായിരുന്നു. but still he had a great burden for Jerusalem. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും ഓർക്കേണ്ടത്, Every believer over here must remember, ഈ പുൾപിറ്റിൽ വരുമ്പോഴുള്ള ഭാരമല്ല നമുക്ക് വേണ്ടിയത്. what we need is not the burden that we have when we come on this pulpit. ഒരു പാസ്റ്റർക്കോ ഒരു പ്രവാചകനോ മാത്രമുള്ള ഭാരമല്ല ഇത്. This is not a burden only for a pastor or a prophet. ഓരോ സാധാരണ വിശ്വാസിയിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദേശം, നമ്മുടെ സഭ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കേരളം, നമ്മുടെ ഭാരതം. ഈ ചിന്ത എല്ലാവരിലും ഉണ്ടാകണം. Every believer, every man and woman must have this burden for their state, for their nation, for their church and for their land. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് ഈ വലിയൊരു ആത്മഭാരം ഉണ്ട്? How many of you have this great burden for souls? നിങ്ങളുടെ യെരുശലേം ഏതാണ്? What is your Jerusalem? ആമേൻ. അത് പുനലൂരായിരിക്കാം, It may be Punalur. അത് അഞ്ചലായിരിക്കാം, It may be Anjal. ആമേൻ. അത് കുളത്തൂപ്പുഴയായിരിക്കാം, It may be Kolathapura. അത് ചിലപ്പോൾ ഉറൂന്നായിരിക്കാം. That place also. ഹല്ലേലൂയ. ഏത് സ്ഥലമാകട്ടെ, No matter what place it അത് is, നിങ്ങളുടെ ജെറുസലേമാണ്. that is your Jerusalem. ആ ജെറുസലേമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. You must pray for that Jerusalem. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന ഷിഫ്റ്റ് ചെയ്യണം. From today onwards, your prayer life must shift. ഇതുവരെ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? Until now, how did you pray? എന്റെ ഭർത്താവ്, My husband, എന്റെ ഭാര്യ, my wife, എന്റെ മോള്, my daughter, എന്റെ മരുമോൻ, my son-in-law, എന്റെ കൊച്ചുമക്കൾ. my grandchildren. എല്ലാ ദിവസവും ഇത് തന്നെ നാം ഉരുവിടുന്നു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. Every day, morning, afternoon and night, we say these same things. അത് പ്രാർത്ഥിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I'm not saying not to pray about that, അതൊന്ന് കുറച്ചിട്ട് but reduce that a little നാം bit. നശിക്കുന്ന ദേശത്തിനും ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. We must pray for the land and the nation which is being destroyed. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ. You must do that. നിങ്ങളുടെ സകല സാഹചര്യവും ചേഞ്ച് ചെയ്യും. All your situations will be changed. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹവും മുടങ്ങത്തില്ല. None of your blessings will be removed. നിങ്ങൾക്ക് വരേണ്ട സകല നന്മകളും ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുവാനിടയായി തീരും. All the blessings that you're supposed to receive, God will bring it and give it into your hands. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ When God gives us certain things, നാം ആ പൊസിഷനിൽ മാത്രം ഇരിക്കുന്നവരായിരിക്കരുത്. we must not be people who just remain in that position. ആമേൻ. ദൈവിക കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയും കാഴ്ചപ്പാടും ഉണ്ടാകണം. We must have a vision and an understanding of spiritual things, of godly things. ഹല്ലേലൂയ. Hallelujah. നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we study about Nehemiah, അവന്റെ ഡ്യൂട്ടിയോടുള്ള ഒരു ഡിവോഷൻ അവനുണ്ടായിരുന്നു. he had a devotion towards his duties. അവന്റെ ജോലിയോടുള്ള
ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. He had a discipline towards his work. ദൈവവചനത്തോടുള്ള ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. He had a dedication towards the word of God. നാലാമത് പ്രാർത്ഥനയോടുള്ള ആശ്രയവും വാഞ്ചയും അവനുണ്ടായിരുന്നു. Fourthly, he had a trust and a reliance upon prayer. എന്നോട് കർത്താവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു. Today morning while I was praying, the Lord spoke to me. ഇതിനകത്തുനിന്ന് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രാജ്യത്തെ ചില ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. God is going to raise up certain people from here who are going to pray for the nation and going to do some services in this nation. Amen. Amen. നിങ്ങൾ ഏത് ബിസിനസ്സിലാകട്ടെ, No matter what business you are in, ഏത് ജോലിയിലാകട്ടെ, no matter what job you are in, ഏത് റിട്ടയർമെന്റ് പീരീഡിലാകട്ടെ, even if you are in a retirement period, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വേണം. you must have this vision in your mind. നിങ്ങൾ പ്രായമായിരിക്കാം, You may be old, നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, you may not have certain gifts, നിങ്ങൾക്ക് പണമില്ലായിരിക്കാം, you may not have money. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ചുള്ള വാഞ്ചയും ദേശത്തെ വിടുതലിനെ കുറിച്ചുള്ള വാഞ്ചയും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. But it is important that you should have a hunger and a passion for Jesus and for the deliverance of this land. നിർത്തിയ പ്രാർത്ഥനകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. The things which you have stopped, you must restore. നിങ്ങൾ എവിടൊക്കെയോ പ്രാർത്ഥന കുറച്ചു. In some places you have reduced your prayer. ആഴ്ചയിൽ ഒരിക്കൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. You used to fast and pray once in a week for families. സഭയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. You used to fast for the church. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. You used to pray for revival. ഇപ്പോഴെല്ലാം കുറഞ്ഞിരിക്കുന്നു. But now everything has reduced. എന്നാൽ കർത്താവ് പറയുന്നു, However, the Lord is saying, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് what should be there inside your heart is, ഒരു പ്രസവ വേദനയാണ്. it should be a pain of childbirth. ആമേൻ. ചിലത് ജനിക്കുമ്പോൾ When certain things are born, അത് വേദന ഉണ്ടായേ മതിയാകുകയുള്ളൂ. there will be pain. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് In your prayer life, ആമേൻ വേദന വരുമ്പോൾ, when pain comes, കരച്ചിൽ വരുമ്പോൾ, when tears come, ആത്മഭാരം വരുമ്പോൾ, when burden for souls ഓ come, തലമുറകൾ ജനിക്കും. that's when generations will be birthed. ജനിക്കുന്ന തലമുറ And the generations which are birthed, അടങ്ങിയിരിക്കത്തില്ല. they will not be still. അവർ ശബ്ദമുണ്ടാക്കും. They will make noise. ഹല്ലേലൂയ. Hallelujah. കർത്താവ് ഒരിക്കൽ വാര്യാപുര യോനാച്ചലിലൂടെ ഒരു സന്ദേശം പറയുന്നത് ഞാൻ സാക്ഷിയായിരുന്നിട്ടുണ്ട്. Once upon a time, the Lord spoke a prophetic word through Varyapuram Yonachan, and I was witnessing that. അദ്ദേഹം ഒരിക്കൽ പ്രവചിച്ചു. Once upon a time, he prophesied. ഇപ്പോഴെങ്ങുമല്ല, 87-88 പ്രവചിച്ച കാര്യമാണ്. In around the years 87 or 88, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് വലിയ വാളുകൾ ഉയരും. എന്നാൽ തെക്കുനിന്ന് ഒരു ഉണർവ് വന്നിട്ട് ആ വാൾ ആമേൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. from the north a sword will come, but from the south a revival will come and destroy that sword. നോർത്ത് ഇന്ത്യയിലെ ഉണർവിന് ഈ സൗത്തിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. For the revival in North India, the prayers of those who are in South India is needed. ആമേൻ. Amen. നാം ഉറങ്ങുന്നത് കൊണ്ട് അവിടെ ധാരാളം ജനം ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, കഷ്ടതയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നാം സുഖമാണെന്ന് ചിന്തിക്കരുത്. സാഹചര്യങ്ങൾ മാറും. ഇപ്പോൾ ദൈവസഭ പ്രാർത്ഥിക്കാനുള്ള സമയമാ. നാം പ്രാർത്ഥനയിൽ ആമേൻ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. It is because we are sleeping over here in South, that is why many people are going to jail in North India. Do not think that it is a time of comfort. This church must arise and pray. ആമേൻ. Amen. ദൈവം നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. There is a great duty and assignment that the Lord has given us. ഈ ദൗത്യം നാം പലപ്പോഴും കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നാം തീരുമാനങ്ങൾ എടുക്കും. കാലക്രമേണ അത് ഇല്ലാതെയായി നാം അതിൽ നിന്ന് പുറകോട്ട് പോകും. And this assignment, that these duties, many times when difficulties and problems come, we move backward from it and we decide that we don't need that. Hallelujah. Hallelujah. Amen. Amen. അതിന്റെ 13ന്റെ 6ാം വാക്യം വായിക്കുമ്പോൾ, when we read verse 6 of chapter 13, ആമേൻ, നെഹമ്യാവ് യെരൂശലേമിൽ അല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ, it was a time when Nehemiah was not in Jerusalem. ബാബേൽ രാജാവിന്റെ അടുത്തിരിക്കുമ്പോൾ, He went to the king of Babylon. യെരൂശലേം നിവാസികൾ
ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. The people of Jerusalem, they moved away from their covenant with God and they were living outside of God's will. നിങ്ങൾ ഒരു റോൾ മോഡലായി മാറണം. You must become a role model നെഹമ്യാവിനെ പോലെ. like Nehemiah. നെഹമ്യാവ് എന്താ ചെയ്തത്? What did Nehemiah do? അവൻ ഉറങ്ങിയില്ല. He did not sleep. അവൻ വളരെ സേഫ് ആണ്. He was very safe. പക്ഷേ അവൻ അത് ചെയ്തില്ല. But he didn't do that. അവന് തന്റെ ജനം, For he considered his people. അവൻ യെരുശലേം, He was concerned about Jerusalem. മതിലുകൾ തീവെന്ത് കിടക്കുന്നത്, Walls were destroyed and burnt with fire. മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നത്, The walls were destroyed. ഇത് കണ്ടിട്ട് അങ്ങനെ കിടന്നോട്ടെ എന്ന് ചിന്തിച്ചില്ല. ഒരുവൻ ആത്മാവിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഒരു ജയമായി മാറി. So he did not say, let the walls be destroyed like that. Instead, he rose up. When one man stood up with fire, the entire nation was restored. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. Our prayer has power. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. Our words have power. നമ്മുടെ വാക്കുകൾ ആത്മാവിൽ സംസാരിക്കുമ്പോൾ അത് പവർഫുള്ളായി മാറും, അത് ക്രിയേറ്റീവായി മാറും, അത് വിജയമായി മാറും. Our words, when we speak it we speak it in the spirit, that will become victory, that will become power. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ വായ് കൊണ്ട് ചിലത് പറഞ്ഞേ, Say some things with your mouth. അതുപോലെ സംഭവിക്കും. It will happen just like that. നിങ്ങൾ നശിക്കും നശിക്കും എന്ന് പറഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. If you keep on saying to yourself that you will be defeated, then you will be defeated. If you say that I will be blessed, then you will be blessed. ഹല്ലേലൂയ. Hallelujah. ഞങ്ങൾ കാനഡയിൽ ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When I was in a place in Canada, in Hamilton, I was preaching there. ആ മീറ്റിംഗിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. അവരുടെ ഒരു കുഞ്ഞുമായി ആ മീറ്റിംഗിൽ വന്നു. In that meeting, a husband and wife, both of them were doctors. They came to that meeting with their child. അവരോട് ദൂത് പറഞ്ഞു. I prophesied to them. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. I prayed for them. എന്നാൽ ഏറ്റവും അവസാനം അവർ അവരുടെ കുഞ്ഞുമായി മുമ്പോട്ട് വന്നു. However, at the end, they came forward with their child. അവർ പറഞ്ഞു ഈ കുഞ്ഞിന് 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹാർട്ടിന് 2 ഹോള്. So that time they said their child has 2 holes in their heart. വേറെ എന്തൊക്കെയോ ഓർഗൻസിന് പ്രശ്നമാണെന്ന് പറഞ്ഞു. And they also said that other organs also had problems. പ്രവചനം ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് എന്നെ വിളിച്ച് റിസൾട്ട് പറയണം. കൊച്ചിന് ഹോള് കാണത്തില്ല, ആ പല ഓർഗൻസിനുള്ള പ്രശ്നവും കാണത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. So that time I didn't prophesy to them. I just told them, after the next checkup, you must call me and tell me. But there will be no hole. She will be completely healed before the next checkup. എന്നാൽ 2 ആഴ്ച മുമ്പ് അവരുടെ ചെക്കപ്പിന്റെ ഡേറ്റ് ആയിരുന്നു. 2 weeks ago, it was the date for their checkup. അവർ ആ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. They went to the hospital with that child. എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. All their checkup was over. ആ കുഞ്ഞിന് 2 ഹോളും അടഞ്ഞു. Both those holes in the child's heart was disappeared. ഓർഗൻസിന് പ്രശ്നമുണ്ടായിരുന്നു. There were problems in their heart. അത് കംപ്ലീറ്റ് ഹീലായി. But that was completely healed. നമ്മുടെ വാക്കെന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ളതാണ്. So I want to tell you that our words are very powerful. പലപ്പോഴും നമ്മൾ ചിലത് കണ്ടിട്ട് നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാറ്റി പറയാനുള്ള ഒരു ധൈര്യവും ആത്മമണ്ഡലവും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. Sometimes we look at certain situations and we keep speaking that negative words again, but we must have the belief and the courage to look at the spiritual realm and speak differently. Amen. നമ്മൾ മനസ്സിൽ വിശ്വാസം ഏറ്റെടുക്കുകയും വായുകൊണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത് അതുപോലെ സംഭവിക്കാൻ ഇടയായിത്തീരും. When we believe in our heart and we speak and declare it with our mouth, those things will happen just like that. Hallelujah. 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 നിങ്ങൾ അതുപോലെ ഒന്ന് പറയാൻ ശ്രമിച്ചേ. All of you say it like that. നിങ്ങൾ പലതും കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഇതിനെ തിരുത്താൻ കഴിവുള്ള ദൈവത്തിലുള്ള വിശ്വാസമാ നമുക്കുള്ളത്. ആ വിശ്വാസം എങ്ങനെ വരുന്നു? ആമേൻ. വചനം കേൾക്കുമ്പോൾ ആ കേൾവി മുഖാന്തരം വിശ്വാസം വരുന്നു. അത് വായികൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നു, അത് സംഭവിക്കുന്നു. So I want to tell you, do not keep on speaking and declaring the negative things again and again, but receive the faith and speak it out.
How does faith come? Faith comes by hearing, and hearing by the word of God. So when you believe it and speak it out with your mouth, there the miracle will happen. നമ്മുടെ ജീവിതത്തിൽ അതാണ് വേണ്ടിയത്. In our life, that's what we need. ഇവിടെ നാം പഠിക്കുമ്പോൾ When we study, ഈ ജനത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ടായി. God had a great plan for these people. ആമേൻ. അവർ ആ ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് അവർ മാറിപ്പോയി. But they were diverted from the plan of God. ആമേൻ. ദൈവം പറഞ്ഞ 3 കാര്യങ്ങൾ അവർ തെറ്റിച്ചു. They disobeyed 3 things that God spoke to them. ഒന്ന്, ദൈവം വേർപാട്, സെപ്പറേഷൻ അവരിൽ ആഗ്രഹിച്ചു. Firstly, God told them about separation. എന്താണ് അവർക്ക് സംഭവിച്ചത്? But what happened over there? അവർ ജാതികളോട് കൂടെ ഇടകലർന്ന് ജീവിച്ചു. They mixed with the Gentiles and lived among them. ആമേൻ. പുരോഹിതന്മാർ ശത്രുവിനെ, ആമേൻ, അല്ലെങ്കിൽ തോബിയാവിനെയും കൂട്ടരെയും ഈ ആലയത്തിനകത്ത് സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് പാർപ്പിച്ചു. The people of Jerusalem, they allowed the enemy, that is Tobias and his people, to enter into the temple and live over there. അവരുടെ മക്കളുടെ വിവാഹങ്ങൾ യഹൂദനിൽ നിന്ന് യഹൂദരെ എടുക്കാതെ അല്ലാതെയുള്ള വിവാഹങ്ങൾ നടന്നു. The parents allowed their children to intermarry among the Gentile people. ഹല്ലേലൂയ. Hallelujah. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, There what we can see is that ഫിസിക്കലായിട്ട് ഒരു മതിൽ ഉണ്ടായിരുന്നെങ്കിലും, even though there was physical walls, എന്നാൽ ആത്മീക മതിലുകൾ തകർന്നു കിടന്നു. but the spiritual walls were broken. നമ്മുടെ ജീവിതത്തിൽ ആമേൻ, പുറമേ ഉള്ള മതിലിനേക്കാൾ ഉപരി അകത്തുള്ള ആത്മീക മതിലുകൾ സ്ട്രോങ് ആയിരിക്കണം. In our life, more than the outer physical walls in our life, we need the inner spiritual walls to be strong. ഈ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വലിയൊരു മതിലുണ്ടായിരുന്നു. അവർ ഒന്ന് ഊതിയപ്പോൾ ഇതെങ്ങനെ താഴെ പോയത്? How did the Israelites? They had a big wall in front of them, but when they just blew, it fell down. How was it possible? നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഊതിയാലെങ്ങാണ്ട് താഴെ പോകും. When we think, is it possible for this wall to fall when we blow? ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. It's a very difficult thing to do. അകത്ത് വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ, But when faith came on the inside of them, ആ വിശ്വാസത്തിന്റെ കാറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് വർഷിപ്പായി, അത് കാഹളമായി മുമ്പിൽ നിന്ന് മതിലുകൾ ഇടിയുവാൻ തുടങ്ങി. but when there was faith inside their heart, that faith came outside as a sound, that became worship, that became the sound of trumpets, and that is what caused the walls to fall down. ഹല്ലേലൂയ. Hallelujah. അന്ന് ഊതിയപ്പോൾ ഈ യെരിഹോ മറിഞ്ഞു. എന്നാൽ ഇന്നത് സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്നത്തെ ആൾക്കാർ ദൈവത്തെ അനുസരിച്ചത് ഊതി. ഇന്നത്തെ ആൾക്കാരോട് പറഞ്ഞാലും അനുസരണക്കേടോടെ ഊതും. ഊത്തുണ്ട്, അനുസരണമില്ല. അതുകൊണ്ടാ ഈ മതിലിടിയാത്തത്. So while we were talking and we were talking why in that day it happened, why does it not happen now? So that time we discussed and said, in those days the people had obedience, they obeyed God and blew, that is why it fell down. But today people do not obey, they blow but they do not have obedience, that is why the walls do not fall down. അവരുടെ ജീവിതത്തിൽ ആ വിജയം കിട്ടാതെ പോയത് സെപ്പറേഷൻ ഇല്ലായിരുന്നു. So in their life they did not get that victory, the Israelites, because there was no separation which God told. രണ്ട്, അവരിൽ വിജയം കിട്ടാതെ പോയത് ആമേൻ ആ നല്ല മേൽവിചാരകൻ എന്നുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ സ്റ്റുവർഷിപ്പ് നഷ്ടപ്പെടുത്തിയപ്പോഴാണ്. The second reason why the Israelites did not have victory was because they were not good stewards. God asked them to be good stewards, but they failed at that. എന്നെയും നിങ്ങളെയും ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. Me and you, God has given us an assignment. എല്ലാവരും ഇങ്ങോട്ട് കണ്ണു തുറന്നു നോക്കിക്കേ. Everyone open your eyes and look at me. കണ്ണടച്ചുള്ള പ്രാർത്ഥന നിർത്തിക്കേ. So open your eyes. നിങ്ങളുടെ കണ്ണു തുറക്കേ. Open your eyes. ഹല്ലേലൂയ. Hallelujah. നമ്മൾ എപ്പോഴും കണ്ണു തുറക്കും. ചില സമയത്ത് പ്രസംഗിക്കുമ്പോൾ ഞാനും ഫുൾ കണ്ണടയ്ക്കും. So we open our eyes, sometimes even we close our eyes. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. Everyone look at me. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില ഉത്തരവാദിത്വമുണ്ട്. സ്റ്റുവർഷിപ്പ്. So God has given us certain responsibilities to be stewards. ഉത്തരവാദിത്വം എന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? Have you still now understood what is your responsibility? അത് ചെയ്യാതെ നമ്മൾ വന്ന് ചുമ്മാ ചെയറിലിരിക്കുക.
Without doing that, we are simply coming and sitting on our chair. അതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. That is not what God is desiring of us. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? You must think for a moment and ask yourself, the responsibility which God has given you, are you able to do that? ആമേൻ. നമ്മുടെ ആത്മീക വിഷയത്തിലുള്ള ഉത്തരവാദിത്വം, സഭയോടുള്ള ബന്ധത്തിലെ ഉത്തരവാദിത്വം എന്താ, അതില്ലാതായി പോകരുത്, അത് നാം ഏറ്റെടുക്കണം. What is your responsibility towards your spiritual life? What is your responsibility towards the church? You must not fail at that. സ്തുതി കൊണ്ടും ആരോഗ്യം കൊണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി സമയം നാം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കണം. We must give our tithes and offerings to God, not only with money, but with our health, with our time, with our praise. We must give unto the Lord. നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം, വിചാരകത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ ചെയർ ഇടുന്നതായിരിക്കും. The stewardship or the responsibility that God has given you, sometimes it may be just to come and put the chairs. ആമേൻ. നിങ്ങൾ ചെയർ ഇട്ടത് ആരും കണ്ടില്ല. No one may have seen you placing the chairs. പക്ഷേ ഒരു വ്യക്തിക്ക് ഇരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയർ ഇട്ടത്. അങ്ങനെ 100 പേർക്ക് ചെയർ ഇട്ട് അനേകർ അതിനകത്ത് വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഒരു ബ്ലെസ്സിങ് ആ വ്യക്തിയിലും ആ കുടുംബത്തിലേക്കും വന്നു ചേരും. However, even though nobody saw it, you have put the chairs for 100 people to sit and pray, and the blessing of that you will surely receive. ഈ കൊടുക്കല് കുറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ കുറയുമ്പോഴാണ്. Do you know when the giving in our life, when does it reduce? It's when our relationship with God slowly declines. Discouraged giving, കൊടുക്കൽ നാം കുറയ്ക്കരുത്. We must not reduce our giving in life. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ ബാക്ക്സ്ലൈഡിംഗ് സംഭവിക്കും. That's when spiritual backsliding happens to us. ഈ കൊടുക്കാൻ മടിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ആത്മീയത കുറയുമ്പോഴാ നമുക്ക് പലതും കൊടുക്കാൻ മടി വരുന്നത്. When our spirituality becomes weak, that's when we hesitate to give certain things. ആമേൻ. നാം കൊടുക്കണം. ദൈവം ഏൽപ്പിച്ച ആ നല്ല മേൽവിചാരകനായി മേൽവിചാരകയായി നാം എന്നും ഇരിക്കണം. We must give unto God. We must always be faithful stewards of God. Repeat that ദൈവിക again. കാര്യത്തിന് കുറച്ചിലുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. എല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. So in divine things, in spiritual things, there is no small thing for God. Everything is important before God. നിങ്ങളുടെ കാറോ നിങ്ങളുടെ കാര്യങ്ങളോ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയത് കൊണ്ടോ ഒരാൾ അതിൽ കയറിയത് കൊണ്ടോ ഒന്നും നഷ്ടമാകത്തില്ല. അതെന്നും ലാഭമായിരിക്കും. Your car and your properties, just because you gave it to somebody else or used it for the purposes of God, nothing will happen to it. It will always become a profit for you. ഈ ഉണർവിന് അവിടെ സംഭവിച്ചത് ആ സെപ്പറേഷൻ നഷ്ടപ്പെട്ടു. In Israel, what we saw is that there they lost their separation and they lost their stewardship. ആമേൻ. സാക്രിഫൈസ് അവർക്ക് ത്യാഗമില്ലായിരുന്നു. And they did not have that sacrifice in their life. അവർക്ക് 6 ദിവസവും ജോലി ചെയ്യാം. They were allowed to work for 6 days. ഒരു ദിവസം വന്ന് കർത്താവിനെ ആരാധിക്കണം. They were supposed to come and worship God one day of the week. നമ്മൾ 6 ദിവസം ജോലി ചെയ്താലും ആമേൻ 7-ാം ദിവസം വന്ന് ആരാധിക്കുന്നതിൽ മടിയുള്ളവരാണ്. ഇത് നമ്മുടെ ലേസിയാണ്. കർത്താവുമായിട്ടുള്ള ബന്ധം കുറവുള്ളത് കൊണ്ടാണ് നാം അതിനെ മാറ്റിയെടുക്കണം. Many times, even though we work for 6 days, we are unable, we are not interested to come and worship on the 7th day, but that is wrong, and that is because of our laziness, and that is when we are not strong in our relationship with God. 6 ദിവസവും നമ്മുടെയായിരുന്നു. All 6 days belong to us. ഒരു ദിവസം ദൈവം തന്നു. God told us one day, ആ ദിവസം കൂടെ നമ്മൾ മോഷ്ടിച്ചെടുത്തു. but we are stealing that one day also. അത് ഒരിക്കലും ചെയ്യരുത്. You must never do ആ that. ഒരു ദിവസം ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. That one day is a time for you to worship God. ഈ എത്ര വയ്യാങ്കിലും Even if you are very tired, ഇഴഞ്ഞാണെങ്കിലും even if you have to crawl on your legs, ആ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ that day is Sunday. കമ്മ്യൂണിയൻ അല്ല വലിയ കാര്യം. Communion is not the big thing. എല്ലാ സെക്കൻഡ് സൺഡേയിലും കമ്മ്യൂണിയൻ ഉണ്ട്. Every second Sunday there is communion. അതിനുവേണ്ടി മാത്രം വരുന്നവരുണ്ട്. There are people who come only for that. അതിനെക്കാട്ടിൽ വലുതാണ് ഇന്റിമസിയോടെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത്. A greater thing than that is to worship God with intimacy in our hearts. നെഹമ്യാവിന് ധൈര്യമുള്ളവനും അവന്റെ വിളിയെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചും
ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് നിലനിൽക്കാനുള്ള കാരണം അവന്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനാ ബന്ധമാണ്. When we look at the story of Israel, Nehemiah had a great courage and he was very strong in the purpose that God had for him. And the reason for that was his prayer life. ഒരു റീസ്റ്റോർ ചെയ്യുവാനും റിവൈവൽ കൊണ്ടുവരുവാനും അവൻ ദൈവത്തിന് മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. So God has a great desire in his heart to bring restoration and revival. അടുത്ത ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. You must keep in mind this next question I'm going to ask. ദൈവത്തിന് നമ്മളിൽ റീസ്റ്റോർ ചെയ്യുവാനും റിവൈവൽ കൊണ്ടുവരാനും ആഗ്രഹമുണ്ട്. God has a desire to bring revival and restoration in our life. അതിന് ദൈവം ഒരാളിനെ അന്വേഷിക്കുന്നു. But for that the Lord is searching for a man or a woman. അതാരാണ്? Who is that man or woman? അവിടെ നെഹമ്യാവിനെ കിട്ടി. There God got Nehemiah. ഇവിടെ ആരുണ്ട്? Here who is there? ആമേൻ. അതുകൊണ്ട് അവിടെ ഒരു അച്ഛൻ പറഞ്ഞു ഞാനുണ്ടെന്ന് ചങ്കത്തടിച്ച് പറയാ. അങ്ങനെ പറയുന്നവരെയാ കർത്താവിന് വേണ്ടിയത്. Yes, God is looking for somebody who say, yes God, send me. ആമേൻ. കർത്താവിന് വേണ്ടി ആര് നിൽക്കും എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ നെഹമ്യാവിനെ പോലെ ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കാൻ തയ്യാറായാൽ അവിടെ ഒരു മതിൽ പണി നടക്കുവാനിടയായി തീരും. There God was asking who will go, who will I send? So there Nehemiah was able to stand even though he was alone. Hallelujah. Hallelujah. എല്ലാ ലീഡേഴ്സും എല്ലാ പാസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. All leaders and pastors must understand that we must all have a leadership quality. ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. There must be a planning. ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. There must be the ability to organize things. കുലുങ്ങിപ്പോകാത്ത വിശ്വാസം ഉണ്ടായിരിക്കണം. We must have a faith that is not moved. ഏത് പ്രശ്നങ്ങൾ വന്നാലും No matter what problems come, വിട്ടുകൊടുക്കാത്ത ഒരു ഫെയ്ത്ത് ഉണ്ടാകണം. we must have a faith which does not give up. അതിനവിടെ കൊടുത്തിരിക്കുന്നത് perseverance എന്ന പദമാണ്. And the word for that is perseverance. Hallelujah. Hallelujah. ദൈവത്തിന്റെ ഗൈഡൻസ് അല്ലെ ശബ്ദം നാം കേൾക്കുമ്പോൾ നമ്മെ ഒരു ബിൽഡറായി ദൈവം നമ്മെ മാറ്റിയെടുക്കും. When we hear the voice of God, God will transform us to become a builder. Hallelujah. Hallelujah. നിങ്ങൾ ആമേൻ നിങ്ങളുടെ വിളിയിലേക്ക് എത്തും. You will enter into your purpose. ദൈവം ചില ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോകുകയാണ്. God is going to give people certain responsibilities. നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, The responsibility that God gives you, ആഗ്രഹ വിചാരകത്വം, that stewardship. അതിലേക്ക് നാം വന്നു കഴിയുമ്പോൾ When we enter into that, എന്ത് ചെയ്യണം? what must we do? അത് ഭാരമായിട്ട് തോന്നത്തില്ല. That will not be a burden for us. എന്നെ ഏൽപ്പിച്ച ദൗത്യം, The responsibility that God has അത് given me, ദൈവ രാജ്യത്തിന്റെയാണ്. that is for the purpose of the kingdom. അത് എനിക്ക് ഭാരമായി തോന്നും, It may be a burden for me, പക്ഷേ ദൈവം ആ ഭാരം മാറ്റിത്തരും. but God will remove that burden. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. God will do miracles for us. ദൈവിക വിടുതലുകൾ സംഭവിക്കാൻ പോകും. The deliverances of God will happen. Hallelujah. Hallelujah. ഏറ്റവും നല്ല റോൾ മോഡൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. The greatest role model is our Lord Jesus Christ. നെഹമ്യാവിനെ പഴയ നിയമത്തിൽ ഒരു റോൾ മോഡലായി നാം കാണുമ്പോൾ, As we see, Nehemiah was a role model in the Old Testament. നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി വന്നത്, Our Lord Jesus came in the new covenant for us. നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി ക്രിസ്തു. It was to be a role model for each one of us. എല്ലാ ഏരിയയിലും അവൻ നമുക്ക് മാതൃകയാണ്. He is a role model for us in all areas. ഇന്ന് പകൽ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. Today morning you must cry unto the Lord. കർത്താവേ, Oh Lord, ആമേൻ, അങ്ങയെ പോലെ Lord, just like you, ഒരു റോൾ മോഡലായി help me to be a role model. തീരാൻ എന്നെ സഹായിക്കണമേ. And help me to be that. ഇന്ന് പകൽ കർത്താവ് ചില നെഹമ്യാവുമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Today morning the Lord is going to raise certain Nehemiahs. ഈ സ്പെക്സ് വെച്ച് ബ്രദർ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. That brother with the specs, Holy Spirit is reminding you. ഓ, നിന്റെ മേൽ ഒരു ദൈവിക വിളി കിടപ്പുണ്ട്. There is a call of God upon you. ആ വിളിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണ്. God is going to bring you into that call. കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. The Lord is showing me a revelation. അടുത്ത 3.5 മാസം കഴിയുമ്പോൾ, After the next 3.5 months, ദൈവത്തിന്റെ ചില പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും.
the Lord will rise you up for certain purposes of God. കർത്താവ് പറയുന്നു, The Lord is saying, ആമേൻ, ചെന്നൈയും കോയമ്പത്തൂരുമായി ബന്ധപ്പെട്ട് related to Chennai and Coimbatore, രണ്ട് സ്ഥലങ്ങളിൽ ചില പദ്ധതികൾ ദൈവം നിനക്ക് തുറക്കും. God will open certain purposes in two places. നിന്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ മാറ്റം വരുത്തും. In your spiritual life, I will bring a change. നീ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. You will pray for that. കർത്താവ് പറയുകയാണ്, The Lord is saying, അൻപെന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. the Lord is showing me a name called Anwar. അൻപ്, അൻപ്, Anbu. ആമേൻ. ചില കണക്ഷൻസ് ദൈവം നിനക്ക് തന്നു മാനിക്കും. God will honor you and give you some connections. ആമേൻ. ഇനിയും നീ തകർന്നു പോകത്തില്ല. You will not be defeated. നിന്റെ ഹൃദയത്തിൽ ഞാൻ വലിയൊരു ദാഹം തന്നിരിക്കുന്നു. I have given you a great hunger in your heart. നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് Related to your family. ബി എന്ന് തുടങ്ങുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. God is showing me a name with the letter B. ആമേൻ. ആ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ മേൽ Upon that person whose name starts with ചില B, ദൈവിക പദ്ധതികൾ നടക്കാൻ പോകുന്നു. certain purposes of God are going to be fulfilled. ഇനി കാലങ്ങൾ അധികം നിന്റെ മുൻപിലില്ല. There is not much days before you ഒരു ഉണർവിന് വേണ്ടി ജനത്തെ ഒരുക്കാൻ, to prepare the people for a revival, ഒരു ടീച്ചിങ്ങിലേക്ക് നയിക്കപ്പെടാൻ to teach people. കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നു. God has chosen you. നിന്റെ ടീച്ചിങ് Your teaching, അനേകരെ മാറ്റിമറിക്കും. it will transform many people. ദൈവം ഒരു വ്യത്യാസം നിനക്ക് തരുന്നു. God will give you a change. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഒരു വിടുതൽ സംഭവിക്കട്ടെ. let a deliverance happen. ഒരു വിടുതൽ സംഭവിക്കട്ടെ. Let a deliverance happen. കർത്താവിന്റെ കരം അവനെ തൊടണമേ. Lord, let it touch him with your hands. ഇന്ന് പകൽ ദൈവം ചില റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാൻ പോകുകയാണ്. Today morning, the Lord is going to give certain people some responsibilities. നിങ്ങൾ എത്ര പേര് അതിന് തയ്യാറുണ്ട്? How many of you are ready for that? എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. Everyone stand up and pray. കർത്താവേ, Oh Lord, ഇന്ന് അങ്ങനെ ഏത് ദൗത്യം ഏൽപ്പിച്ചാലും today whatever responsibility you give me, ഞാനത് ചെയ്യും. I will do that. നിങ്ങൾക്ക് പാടാൻ അറിയത്തില്ലായിരിക്കാം, You may not know how to sing, പക്ഷെ കർത്താവ് അത് ഏൽപ്പിക്കാൻ പോവാ. but the Lord is going to give you that responsibility. കർത്താവ് അത് ഏൽപ്പിക്കുമ്പോൾ When God gives you, അത് നിങ്ങൾ ഭംഗിയായി ചെയ്യും. you will do that well. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ല, You may not know how to preach, കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാണ്. but the Lord is going to give you that നിങ്ങളെ ഒരു responsibility. സെൽഫ് ഗ്രൂപ്പ് ലീഡർ ആക്കാൻ പോകുകയാണ്. God is going to make you a cell group അത് leader. കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ, But when God gives you that, നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ, when you be ready for that, അവന്റെ കരം നിങ്ങളുടെ നാവോട് കൂടെ ഇരിക്കും. His hand will come upon your tongue. അവന്റെ കരം നിങ്ങളെ തൊടും. His hand will touch you. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, അവൻ ചിലത് ഏൽപ്പിക്കാൻ പോകുന്നു. Today morning, the Lord is speaking to me and telling me He's Hallelujah. going to give certain people certain things. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം ചിലർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. The Lord is going to do miracles for certain people. അവൻ ചിലർക്ക് വാതിലുകൾ തുറക്കുന്നു. He is opening doors for certain people. നിങ്ങളുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ അവൻ തുറക്കുന്നു. The closed doors before you, He is opening. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത വഴികളിൽ ദൈവം വിടാൻ പോകുന്നു. In places you have not gone until now, God is going to send you. അവൻ മാർച്ച് 31 മുമ്പ്, Before March 31st, ഒരു ഇയർ എൻഡിങ് സമയമാണ്. it is a year-ending time. അതൊരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. It is a financial year-end. അതിനു മുമ്പ് Before that, ദൈവം ചില ബ്രേക്ക് ത്രൂ തരാൻ പോകുന്നു. before that, God is going to give certain breakthroughs. നിങ്ങൾ ചിന്തിക്കാത്ത ചില വിടുതലുകൾ തരാൻ പോകുന്നു. God is going to give you certain deliverances which you have not even thought of. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഒരു സൂസന്റെ ഭവനത്തിൽ, upon the house of Susan, ആ സൂസന്റെ കുടുംബത്തിൽ in the family of Susan, നീ ഭാരപ്പെടുന്ന you are burdened. ഭാരമേറിയ വിഷയങ്ങൾ There are certain things you are burdened about. ദൈവം നിനക്ക് വിടുതലാക്കാൻ പോകുന്നു. God is going to give you deliverance. യേശുവിൻ നാമത്തിൽ In the name of Jesus, നിന്റെ ജനറേഷന്റെ മേൽ upon your generation, ദൈവിക വിടുതലുകൾ നടക്കുന്നു. the deliverances of God are happening. ഇന്ന് പകല വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Today morning, that deliverance has started. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഒരു മിറക്കിൾ ആ കുടുംബത്തിൽ നടക്കട്ടെ. let a miracle happen upon that family. ദൈവത്തിന്റെ കരം ചലിപ്പിക്കപ്പെടട്ടെ. Let the hand of God happen. കർത്താവ് എന്നോട് പറയുന്നു, The Lord is telling me ചിലരുടെ ലൈഫിൽ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവാ. certain people's lives are going to be shifted. ഇതുവരെ ഒരു രാത്രി പോലെ തോന്നിയ ഷിഫ്റ്റ് അത് ഡേ ആക്കാൻ പോകും.
Until now, what seemed like night to you is going to become day. എന്തോ ചില മാറ്റങ്ങൾ സഭയിൽ, ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ സംഭവിക്കാൻ പോകുന്നു. Certain changes in certain people's lives and certain families in the church are going to happen. നെഹമ്യാവ് കൊട്ടാരത്തിൽ ജോലി ചെയ്തു. Nehemiah worked in a palace. എന്നാൽ കർത്താവ് ചില നാളത്തേക്ക് അവന്റെ സ്വന്തം നാട്ടിലെ മിനിസ്ട്രിക്ക് വേണ്ടി ആമേൻ പുരോഹിതനല്ല, ഒരു പ്രവാചകനല്ല, ഒരു സാധാരണക്കാരനെ ഒരു പണിക്ക് ഉപയോഗിച്ചതുപോലെ സാധാരണക്കാരായ ആമേൻ ചില വിശ്വാസികളെ ദൈവം അസാധാരണ പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുകയാണ്. However, God sent Nehemiah for a few days to his own land to do a ministry. Similarly, God is going to use certain people who are normal people for an unusual work of the ministry. ഹല്ലേലൂയ. Hallelujah. കർത്താവ് പറയുന്നു, ഒരു അനിലിന്റെ ഭവനത്തിൽ ചില ഷിഫ്റ്റിംഗ് നടക്കുന്നു. The Lord is telling in the house of Anil, certain shiftings are happening. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Yes, I'm going to pray for you. നിങ്ങളെ ചിലതിന്റെ മേൽവിചാരകത്വത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. God is going to bring you unto the stewardship of certain things. ഹല്ലേലൂയ. Hallelujah. എനിക്കറിയത്തില്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ നിങ്ങളെ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നു. Yes, God is going to give you certain responsibilities in certain times in unexpected ways which you have not even thought about. ചില വൻ കാര്യങ്ങൾ നിങ്ങൾ നേടാൻ പോകുന്നു. Certain unusual big things you are going to do. ചില വൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. Certain great responsibilities you are going to receive. ഇന്ന് പകൽ നെഹമ്യാവിനെ പോലെ ആര് മുന്നോട്ട് വരും? Today morning, like Nehemiah did, who is going to come നെഹമ്യാവിനെ forward? പോലെ ആര് മുന്നോട്ട് വരും? Who will come forward like Nehemiah did? എനിക്ക് ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. I want to do certain things. ഇതിന് പണമല്ല വേണ്ടിയത്. What we need for this is not money. ഇതിന് പണമല്ല വേണ്ടിയത്. What we need is not money. ഇതിന് ആരുടെ സപ്പോർട്ട് അല്ല വേണ്ടിയത്. What we need is not support. ഇതിനൊരു സ്നേഹമാ വേണ്ടിയത്. What we need is a love. ആമേൻ. ദൈവ സ്നേഹമുണ്ടെങ്കിൽ If you have the love of God, ചിലത് ചെയ്യാൻ ഇടയാകും. you will do certain things. ചിലത് പ്രവർത്തിക്കാൻ ഇടയാകും. You will do some things. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഇന്ന് പകൽ കർത്താവ് ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. Today morning, the Lord is going to do some great things. അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. Miracles are going to happen. യേശുവിന്റെ നാമത്തില് Oh yes, in the name of ഒരു Jesus. വലിയ വിടുതൽ ഇവിടെ സംഭവിക്കുന്നു. A great deliverance is happening over here. കർത്താവ് പറയുകയാണ്, The Lord is telling me നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം the responsibility that God has given you. ചെറുതല്ല. It is not small. അതൊരു ബുക്കിൽ എഴുതാൻ ഇടയാകും. You will be able to write it in a book. അത് ബുക്കുകൾക്കകത്ത് വരാൻ പോകുകയാണ്. That is going to come in certain books. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കാലം കഴിഞ്ഞാലും, Even if our age is over, ആമേൻ, നമ്മുടെ കാലം കഴിഞ്ഞാലും even if our age is over, അതൊരു ലെഗസിയായി മാറുന്നത് പോലെ, that will become a legacy. അത് പകരുന്നതായി മാറുന്നത് പോലെ That will become something that is ദൈവം important. കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. God is going to take you to that place. ഇന്ന് പകൽ അത് സംഭവിക്കുന്നു. Today morning that is happening. ഇന്ന് പകൽ അത് സംഭവിക്കുന്നു. Today morning that is happening. ചില തകർന്ന കുടുംബങ്ങൾക്കകത്ത് In certain destroyed families, മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. some changes are going to happen. മാറ്റങ്ങൾ സംഭവിക്കുന്നു. Changes are happening. കർത്താവ് പറയുകയാണ്, The Lord is saying, ഒരു അനിൽ കുമാറിന്റെ ഭവനത്തിൽ in the family of Anil Kumar, ദൈവത്തിന്റെ കരം ചലിപ്പിക്കപ്പെടുന്നു. the hand of God is going to move. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, മിറക്കിൾ സംഭവിക്കട്ടെ. let that miracle happen. മിറക്കിൾ സംഭവിക്കട്ടെ. Let that miracle happen. നസ്രേനായ യേശുവേ, O Jesus of Nazareth, ഇപ്പോൾ ഈ ആരാധനാ സ്ഥലത്ത് നിൽക്കുന്ന സകല ജനത്തെയും bless ചെയ്യുന്നു. I bless all the people who are at this place of worship. ഇപ്പോൾ At this time, അവരുടെ മേൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരട്ടെ. at this time, let all their responsibilities and purposes come അവർ upon them. ദൈവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. Let them move and do for the kingdom of God. മേൽവിചാരകന്മാരാകട്ടെ. Let them become stewards. അവർ ഗിവറായി മാറട്ടെ. Let them become givers. അവരുടെ സമയം ദൈവ രാജ്യത്തിന് സ്പെൻഡ് ചെയ്യട്ടെ. Let them spend their time for the kingdom of God. ഇപ്പോൾ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. I pray for these people and I send them. Bless ചെയ്യുന്നു. I bless them. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. Let the sick be healed. അടഞ്ഞ വഴികൾ തുറക്കട്ടെ. Let the closed doors become open. വിവാഹത്തിന്മേലുള്ള അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ
തുറന്നു വരട്ടെ. Let the closed doors in their life in relation to family and marriage be open. കർത്താവേ, ഇവിടെ വന്ന സകല ജനത്തെയും bless ചെയ്യണം. Lord, I bless all the people who've come over here. എല്ലാ രോഗങ്ങളും മാറട്ടെ. Let all the sicknesses be healed. ആമേൻ. ക്യാൻസറുകൾ മാറട്ടെ. Let cancers be healed. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. Let generations who are useful for the kingdom of God rise up. ഈ ജനത്തെ bless ചെയ്യണം. I bless these people. ഈ ജനത്തെ അനുഗ്രഹിക്കും. I bless these people. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കടന്നു പോകുന്ന ദൈവമക്കളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരുവരെയും വലിയ സാന്നിധ്യം അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ലവ് യു. എല്ലാറ്റിനുമായി കർത്താവിനെ സ്തുതിക്കുന്നു.